ഹലോ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെയ്യില്ലാന്ന് വിചാരിച്ചൊരു ടോപ്പിക്കായിരുന്നു അത്. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ കുറേ പേർക്കെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അങ്ങനെ നല്ലൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഏതാണ്ട് 3 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഒരുപാട് കമൻസ് ആയിട്ട് ഒരുപാട് മെസ്സേജ് ആയിട്ടും എനിക്ക് വന്നിരുന്നതായിരുന്നു, ആര്യ ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. ഞാൻ യൂട്യൂബിൽ വരുന്ന കമൻറ്റൊക്കെ ഞാൻ സ്പോട്ട് കാണുന്നതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു കേട്ടോ. കാരണം ഗൈസ്, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ഞാൻ ജനുവരിയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ജനുവരിയിൽ വന്നിട്ട് പിന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്നൊക്കെ പറയുമ്പോൾ അത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ നല്ല വിഷമമാണ് കേട്ടോ. ഓക്കെ, ഇപ്പം ഞാൻ കുറച്ചൊക്കെ കൂടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ടോട്ടലി ഫുൾ ഓഫായിരുന്നു. കാരണം ഓൾറെഡി ഇന്നലെ രാവിലെ തൊട്ടേ എനിക്ക് ആകെ എന്തോ ഒരു വിഷമിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെയാണ് വൈകുന്നേരം തോതിലൊരു കമൻറ്റ് ഞാൻ കണ്ടത്. ആ കമൻറ്റ് കണ്ടപ്പോൾ എൻ്റെ ഫുൾ കയ്യിൽ നിന്ന് പോയി. എനിക്ക് എന്തായാലും അവരെ വിളിക്കണം, കോൺടാക്ട് ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ഇതായിരുന്നു. 2 വർത്താനം അവരുടെ അടുത്ത് പറയണമെന്നുള്ളൊരു ഇതിൽ തപ്പിപ്പിടിച്ച് അവരുടെ നമ്പറൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ വിളിച്ചു സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ജേണി ഇത്രയും 3 മാസത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ആദർശയുടെ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി സർജറി കഴിഞ്ഞു വെച്ചെങ്കിൽ 3 മാസത്തിൽ ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ ഫസ്റ്റ് സൈക്കിള്, സെക്കൻഡ് സൈക്കിള്, തേർഡ് സൈക്കിൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രഗ്നൻ്റ് ആവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് സൈക്കിളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആവച്ചങ്ങാവട്ടെ എന്താ അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി നമുക്ക് മരുന്നുണ്ട്. ഇതിപ്പോൾ അഥവാ പ്രഗ്നൻ്റ് ആയാലും നമുക്ക് അന്ന് തൊട്ടിട്ട് മരുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയില്ലെങ്കിലും മെൻസസ് ആയിച്ചെങ്കിൽ അന്നും തൊട്ടിട്ട് നമുക്ക് കഴിക്കാനുള്ള മെഡിസിൻ ഉണ്ട്. കാരണം തേർഡ് സൈക്കിൾ ആകുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ മെഡിസിനായിട്ടൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതിന് കാരണം ഞാൻ ആദർശേട്ടൻ ഇങ്ങോട്ട് വരണം. കാരണം ചേച്ചിയുടെ വീട്ടിലത്തെ പൂരായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആദർശേട്ടൻ എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മെൻസസ് ആ ഒരു സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദർശേട്ടൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആദർശേട്ടന് ഈ മരുന്ന് വാങ്ങിച്ചിട്ട് വരണം. ഇപ്പോൾ ഏത് മരുന്നാണ്, ഇനിയിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന്, അഥവാ മെൻസസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന്, അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ മലപ്പുറത്ത് സബൈനിലാണ് താനൂരുള്ള സബൈൻ ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ കൺഫ്യൂഷനായിട്ട് നിൽക്കാം കേട്ടോ. കാരണം ഇപ്പോൾ 13-ാം തീയതി ആയിരുന്നു എൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദർശേട്ടൻ 13-ാം തീയതി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതുവരെ ഞാൻ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റ് ഡേറ്റ്, ഇപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ മെൻസസ് ആവാറ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താ ആവില്ല എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ ആദർശൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ആദർശേട്ടൻ നമുക്ക് എന്തായാലും എനിക്ക് യൂറിൻ എടുത്ത് ടെസ്റ്റ് ചെയ്യും. അതിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 10-15 ദിവസം കഴിയാതെ എനിക്ക് അതിൻ്റെ ഡബിൾ ടിക്ക് വീഴാറില്ല. പ്രഗ്നൻ്റ് ആണെങ്കിൽ കൂടിയിട്ടും തീരെ ലൈൻ കറക്റ്റ് വരാറില്ല. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് കൺഫേം ചെയ്യാറ്, പ്രഗ്നൻ്റ് ആണോ അല്ലയെന്നൊക്കെ. അപ്പോൾ ഞാൻ ആദർശേൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, ആദർശേട്ടൻ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ആദർശേട്ടൻ പറഞ്ഞു വേണ്ട ഇപ്പോൾ ചെയ്യണ്ട അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് എന്നാലും ആദർശേട്ടൻ ഇനി അഥവാ ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും അങ്ങോട്ട് ഓടണ്ടേ, ഇനിയിപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ മെൻസസ് ആയാലും അഥവാ ഇനി പ്രഗ്നൻ്റ് ആയാലും ആദർശേട്ടൻ ഇനി വീണ്ടും അങ്ങോട്ടൊക്കെ കുറേ ഡ്രൈവ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഞാനപ്പോൾ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ നമുക്ക് വെറുതെ പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ അമ്മയും കൂടിയിട്ട് ആര്യമ്പാടത്തേക്ക് പോയി. ആര്യമ്പാടത്ത് പോയിട്ട് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. പക്ഷേ റിസൾട്ട് കിട്ടാൻ കുറേ ടൈം എടുക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 10:30-11 മണിയാകുമ്പോൾ കൊടുത്താലും റിസൾട്ട് കിട്ടുമ്പോൾ ഏതാണ്ട് ഒരു 4 മണി 5 മണിക്കാവുന്ന അവർ മുന്നേ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് പോരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ 2 മറ്റേ UPT കിറ്റ് ഉണ്ടല്ലോ, മറ്റേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണ കിറ്റ്, അത് വാങ്ങിക്കാൻ വിചാരിച്ചു. അങ്ങനെ അത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. അത് വീട്ടിൽ വന്ന ഉടൻ തന്നെ ഞാൻ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഇപ്പോൾ ഇന്നാണ് എൻ്റെ മെൻസസ് ഡേറ്റ് കേട്ടോ. അപ്പോൾ ഇന്ന് നോക്കി തന്നെ ഒരിക്കലും കാണില്ല എന്നെനിക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷെ ഞാനത് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ 2 വര വന്നു. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. എന്നിട്ട് ബാക്കി ഒരു കിറ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി കിറ്റിൻ്റെ വല്ല പ്രശ്നമാണോ എന്താണോ എന്ന് അറിയാൻ എൻ്റെ അമ്മയുടെ അടുത്ത് അമ്മയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, നമുക്ക് നോക്കി നോക്കാം. അമ്മേനെ കുറേ ചിത്ത പറഞ്ഞിട്ട് അമ്മയ്ക്കൊന്നും പറ്റില്ല പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ആദർശനം പറഞ്ഞു, നീ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലും ഡബിൾ ലൈൻ വന്നു. അപ്പോൾ നമുക്ക് പിന്നെ കൺഫേം ആയി. കുറച്ചൊക്കെ ഒരു സന്തോഷം, കുറേ എന്താ പറയുക, എനിക്ക് കരച്ചിലൊക്കെ വന്നു. ഞാൻ ആദർശാണ്ടും കരയുന്നായിരുന്നു കേട്ടോ. എനിക്ക് ആദർശാണ്ടും കരയാണ്ടും മിക്കും കരച്ചിലും എന്ന് അങ്ങനെ ഭയങ്കര ഇതായി. അങ്ങനെ ആദർശായിട്ട് അവിടെ നിന്ന് തിരിച്ച് വരണ വഴിക്ക് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനും മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലൊരു വാല്യൂ ആണ്. കാരണം മെൻസസ് ആവണതിൻ്റെ സെയിം ഡേറ്റ് അങ്ങനെ ഒരിക്കലും വാല്യൂ അങ്ങനെ എനിക്ക് കിട്ടാറില്ല കേട്ടോ. എനിക്കിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും ഇപ്പോൾ
മെൻസസ് ഡേറ്റ് തെറ്റിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് HCG വാല്യൂ 500, 600 എത്താറ്. ഇത് പക്ഷേ മെൻസസ് ഡേറ്റിൻ്റെ അന്ന് തന്നെ HCG വാല്യൂ 400 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 400, 500 അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതും ഒരു ആശ്വാസമായി. എന്നാലും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു 3 അബോർഷൻ ഹിസ്റ്ററി മുന്നേ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവരുടെ അടുത്തും പറയാൻ വീട്ടിൽ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ആദർശേട്ടനും എനിക്കും ഞങ്ങൾ 3 ഇപ്പം എൻ്റെ ചേച്ചിക്കായാലും ദൃശ്യേച്ചിയുടെ അടുത്തായാലും ആരുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആദർശേട്ടൻ വരുമ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വന്നു. നമ്മൾ വീണ്ടും നമുക്കൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അന്ന് പോയിട്ട് ഇവിടുത്തെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ വെച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമുക്ക് ഒരു ആഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് ഉണ്ടായിരുന്നു. ആ സ്കാനിങ്ങിന് പോയപ്പോഴും ഇങ്ങനെ ഇത്ര ചെറുതായിട്ട് ഇങ്ങനെ സംഭവം വളർന്നു വരുമല്ലോ. അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ മുന്നേയുള്ള 2 പ്രഗ്നൻസിയിലും എനിക്ക് ഇത് കാണാറില്ല സ്കാൻ ചെയ്യുന്ന സമയത്ത്. അതും പ്രഗ്നൻ്റ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ സ്കാൻ ചെയ്യുക. അപ്പോഴും നമുക്കൊരു സാക്കൊന്നും കണ്ടിരുന്നില്ല. ഇതിലേക്ക് ഇങ്ങനെ കാണിച്ചത് നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും നമ്മൾ എന്താ പറയുക, അത്രയും ഒരു ഇതായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് സ്കാനിങ് ഒക്കെ ഞാനും ആദർശാൻ്റെ അമ്മയും കൂടിയിട്ട് നമ്മുടെ ഗോപിക സ്കാനിങ് സെൻറ്റർ തൃശ്ശൂരുള്ള അടുത്ത് നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് നമുക്ക് എന്നോട് റെസ്റ്റ് എടുക്കാനൊന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു ഗൈസ്. കാരണം 3 അബോർഷനൊക്കെ ഉണ്ടായ കാരണം അമ്മ എന്നെ കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ച പാത്രം പോലും കഴിച്ചായിരുന്നില്ല. ഞാൻ ഫുള്ള് ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഫോൺ നോക്കും, കിടക്കും, അതന്നെയായിരുന്നു കേട്ടോ. അപ്പോഴും എനിക്ക് ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ ഗൈസ്, ഒരാഴ്ചക്ക് കഴിഞ്ഞപ്പോഴേക്കും മെൻ്റലി ഞാൻ ഭയങ്കര ഇതായി തുടങ്ങി. കാരണം എന്നെ ഇങ്ങോട്ടും വിടണില്ല, എപ്പോഴത്തേക്കും പോകാനും പറ്റില്ല, വീട്ടിൽ തന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയൊരു സന്തോഷം കഴിഞ്ഞ് കൂടിയിട്ട്. പക്ഷെ മെൻ്റലി എന്താ പറയുക, ആകെ ഒരു ഡെസ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. പിന്നെ ഞാൻ അതായിട്ട് സെറ്റായി. കാരണം നമ്മളിങ്ങനെ മെൻ്റലി ഓക്കെ എൻ്റെ വീട്ടിലൊരു കുഞ്ഞാവിണ്ട് നല്ല സെറ്റാകും. പിന്നെ എനിക്ക് ഒരു 2-ാം മാസമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് കുറച്ച് വയറ് വന്നു തുടങ്ങി ഗൈസ്. കുമ്പ ചാടിയ പോലെ ആയി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തായി തുടങ്ങി. കാരണം പിന്നെ ആദർശേടം വന്നു വെച്ചാൽ എനിക്ക് ഒന്നിനും പറ്റിയായിരുന്നില്ല. ആദർശേടം വന്നു വെച്ചാൽ ആദർശേൻ്റെ അടുത്ത് കെടുക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ തിരിഞ്ഞ അപ്പം ആദർശേട്ടൻ എനിക്കും അയ്യോ നോക്ക് ഇങ്ങോട്ട് തിരിയരുത് അങ്ങോട്ട് തിരിയരുത് എപ്പോഴും ആദർശേട്ടൻ കുറച്ച് നീങ്ങിട്ട് കിടക്കൂട്ടോ. ആദർശേട്ടൻ ഇത് തൊട്ട് കിടക്കാൻ അങ്ങനെയൊന്നും ആദർശേട്ടൻ സമ്മതിക്കില്ല. ഞാൻ അങ്ങനെ ഞാൻ തിരിയുമ്പോഴേക്കും ആദർശേട്ടൻ എനിക്കുണ്ടാവും. അപ്പം അതൊക്കെ എനിക്കായി അങ്ങനെ. എന്നിട്ട് ആദർശേട്ടൻ ഞാൻ നമ്മൾ കുറേ അടിയാവും കിട്ടോ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര. പിന്നെ എനിക്കിപ്പോൾ 3ാമത്തെ സ്കാനിങ് ഉണ്ടായിരുന്നു. 2ാമത്തെ മാസത്തിലൊരു സ്കാനിങ്, അത് 3 വട്ടയ്ക്ക് സ്കാൻ ചെയ്തിട്ട് തോന്നുന്നു. 2ാമത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരാഴ്ചയും കൂടിയും വെയിറ്റ് ചെയ്യാനും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയിട്ട് സ്കാൻ ചെയ്തപ്പോൾ അതിലും ആയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഞാൻ നേരെ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി, താനൂരുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരാഴ്ചയും കൂടിയും വെയിറ്റ് ചെയ്യാനും. അങ്ങനെ ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ഗൈസ്. അത് കാരണം ആണ് എൻ്റെ ബർത്ത്ഡേ ഒക്കെ കൊളായിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. ഒന്നാമത് ഇങ്ങനെ കുറച്ച് ഇതായി കേട്ടപ്പോഴേക്കും നമുക്ക് നന്നായി പേടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താവും എന്നുള്ള കുറച്ച് പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആ ഒരു ദിവസങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര ഇതായിരുന്നു. എനിക്കൊന്ന് വേഗം വീടെത്തി കിട്ടിയാൽ മതി നോക്കി. പക്ഷെ നമ്മൾ അടുത്തുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല കമ്പനി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞായറാഴ്ച ദിവസം ഞാൻ ബുധനാഴ്ച അവിടെ അഡ്മിറ്റായി. ബുധനാഴ്ച അഡ്മിറ്റായിട്ട് ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച രാത്രിയാകുമ്പോൾ ഡോക്ടേഴ്സ് രാത്രിയും രാവിലെ ഒക്കെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ 7 ഡോക്ടർ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഞായറാഴ്ച നാളെ ഒരു ടെസ്റ്റും കൂടിയും ചെയ്ത് നോക്കാം, എന്നിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ടാ. അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അയ്യോ ഗൈസ്, എനിക്ക് എന്താ പറയുക, ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുള്ളതൊരു നന്നായി ടെൻഷൻ അടിച്ചു. കാരണം അവിടെ കുറേ ചേച്ചിമാരിങ്ങനെ സ്കാൻ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോരുത്തരെ ചിലവർക്ക് എൻ്റെ സെയിം സിറ്റുവേഷനിലുള്ള കുറച്ച് പേരാണ് ഞാൻ കണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക ഒരുമാതിരി അവസ്ഥയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ഉള്ള ദൈവത്തിനൊക്കെ വിളിച്ച് പുറത്ത് അമ്മ ആദർശനെ ഇരുന്ന് പ്രാർത്ഥിക്കകത്ത് ഞാനും അത് ദൈവം എന്താ സെറ്റാവണേ, ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റ് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ സ്കാനിങ്ങിന് കയറിയിട്ട് വേറെ ഒരു ഡോക്ടറാണ്, നമ്മുടെ ഡോക്ടറല്ല, കൃപാലി പറഞ്ഞൊരു ഡോക്ടറാണ്. കൃപാലി പിന്നെ സബൈൻ ഡോക്ടറിനെയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഞായറാഴ്ച ദിവസമായ കാരണം കുറച്ച് വരാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു ആൺ ഡോക്ടറാണ് എനിക്ക് സ്കാനിങ്ങിന് ഉണ്ടായിരുന്നത് കേട്ടോ.
അപ്പോൾ ആ ഡോക്ടറുടെ മുഖത്തേക്ക് എന്നെ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ ഉണ്ണീനെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തന്നു കേട്ടോ. കാണിച്ചു തന്നിട്ട് പിന്നെ അവർ റിപ്പോർട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ നോ കാർഡിയാക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് സ്റ്റക്കായി അവിടെ നിന്ന്. ആകെ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. കാർഡിയാക് ആക്ടിവിറ്റി സെറ്റായി അതങ്ങനെ. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഇപ്പം പോയി, എല്ലാം പോയി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആദർശേട്ടനൊക്കെ നോക്കുന്നു. ഞാൻ പറഞ്ഞു ആദർശേട്ടാ ഇതായിട്ടില്ല, സെറ്റായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ കാണിക്കാം. അങ്ങനെ നമ്മൾ ഡോക്ടറെ കൃപാലി ഡോക്ടർ അപ്പോഴേക്കും വന്നു. നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഇരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇനിയും വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, പക്ഷെ ഉണ്ണീനെ വളരും കാരണം നമുക്ക് ഡെയിലി പ്രൊജസ്റ്റോണിൻ്റെ ഇഞ്ചക്ഷൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് ചിലപ്പോൾ വളർച്ച ഇതൊക്കെ വരും. പക്ഷെ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ എന്തിനാ ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു 5 മാസമൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ ഇപ്പം നമുക്ക് മരുന്ന് കഴിച്ചാൽ അതങ്ങനെ പോക്കി കളയാൻ പറ്റും. അതായത് 5-ാം മാസത്തിലൊക്കെ നമുക്ക് ഇനിയും ഇതായി കഴിഞ്ഞാൽ നമ്മൾ പ്രസവിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് പ്രസവിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, നമ്മൾ കൂടുതൽ റിസ്ക് ആണെന്നത് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പിന്നെ പറഞ്ഞു എന്താ കുറേ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ അമ്മ ആദർശാനും പറഞ്ഞു നമുക്ക് വേണ്ടത് നമുക്കിത് അബോർഷൻ ചെയ്യാം, കാരണം ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല, റിസ്ക് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ എനിക്ക് മെഡിസിൻ തന്നിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് മുന്നേ അബോർഷനായപ്പോൾ ഞാൻ കഴിച്ചത് വേറെ 2 മരുന്ന് അങ്ങനെയായിരുന്നു. ഇത് പക്ഷെ കുറച്ചുകൂടി വെറൈറ്റി മരുന്നായിരുന്നു കേട്ടോ. കാരണം ഞായറാഴ്ച ദിവസം ഒരു വലിയൊരു മരുന്ന്, ആ ഒരു മരുന്ന് കഴിക്കുക. അത് ഞായർ കഴിഞ്ഞ് തിങ്കൾ ചൊവ്വാഴ്ച 2 മരുന്ന് കഴിക്കാനും 2 മരുന്ന് ഉള്ളിൽ വെക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് പോന്നതിന് ശേഷം നമ്മളെന്താ പറയുമ്പോൾ എന്തോ പോലെ ഗൈസ്. അങ്ങനെ ഞായറാഴ്ച നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് തിങ്കളാഴ്ച ദിവസം നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. കാരണം എനിക്ക് എവിടെയും എന്താ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേസ്. ഞാൻ ഞായറാഴ്ച മരുന്ന് കഴിച്ചു, ഒരു മരുന്ന് കഴിച്ചു. പക്ഷെ എന്നാലും എനിക്ക് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ ഡെസ്പായിരുന്നു, ആകെ വിഷമിക്കൊക്കെ ഇരിക്കുന്ന സമയത്താണ് ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വായു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച പോയിട്ട് നമ്മളൊരു ദിവസം അവിടെ നിന്നിട്ട് നമ്മൾ ചൊവ്വാഴ്ചയാണ് ഇങ്ങോട്ട് തിരിച്ച് വീട്ടിൽ പോന്നിട്ട് അപ്പോഴേക്കും ഞാൻ അവിടെ പോയപ്പോൾ അവൾ മാക്സിമം എന്നെ കൂടുതൽ കാര്യത്തിലേക്ക് ഇങ്ങനെ എൻഗേജ്ഡ് ആക്കാൻ ശ്രമിച്ചു കേട്ടോ. കാരണം കൊളാബിൻ്റെ ഷൂട്ടൊന്നും ഞാൻ എടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഒന്നും വേണ്ട, ഇൻസ്റ്റയും വേണ്ട, യൂട്യൂബും വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ നല്ലപോലെ കൊണ്ടുപോകുക എന്നൊക്കെ ഒരു ഇതിലായിരുന്നു. അങ്ങനെ അവൾ കുറേ കാര്യത്തിലേക്ക് എന്നെ അങ്ങനെ എൻഗേജ്ഡ് ആക്കിപ്പിച്ചു. കുറേ കൊളാബിൻ്റെ കാര്യങ്ങളും ഒക്കെ വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലും ഒക്കെ ചെയ്തു. ആ വീഡിയോസ് കാണുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടോ, എടി നീ എന്തെങ്ങനെ നിന്റെ മുഖത്ത് എന്ത് ഇത്ര വിഷമം, കാരണം ആരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിന്റെ എന്നത്തെയും പോലെ അല്ലല്ലോ നിന്റെ മുഖത്തിന്റെ ഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ അതൊന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോക്കൊക്കെ നിന്നോടത്തുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ എന്നിട്ട് ഞാൻ ഓക്കെ ആവാം, സെറ്റ് ആവാം എന്നൊക്കെ വിചാരിച്ചിരുന്നു. ചൊവ്വാഴ്ച നമ്മൾ വീട്ടിൽ വന്നു. ചൊവ്വാഴ്ച വന്നിട്ട് മരുന്ന് കഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും എനിക്ക് തലകറക്കം തുടങ്ങി. തലകറക്കും വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു അസ്വസ്ഥതയും ഇതൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ കുറേ നേരം തലകറങ്ങിയിട്ട് അങ്ങനെ കിടന്നു. അങ്ങനെ അമ്മ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കേട്ടോ. ഞാനൊരു 11:45-12 മണിയോടൊക്കെ അടുപ്പിച്ചിട്ടാണ് ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരു 12:30 ആകുമ്പോൾ അമ്മ വന്ന് വിളിച്ചു. ഞാൻ ഫുഡ് കഴിച്ചതും കംപ്ലീറ്റ് അങ്ങോട്ട് ഛർദ്ദിച്ചപ്പോൾ പിന്നെ അടുത്ത ടെൻഷനായി. അമ്മയ്ക്കും ആദർശാണ് എനിക്കും ഇത് കേട്ടോ ടെൻഷനായി. കാരണം നമ്മൾ കഴിച്ച മരുന്ന് ഛർദ്ദിച്ച് പോയിട്ടുണ്ടാവുമോ എന്നുള്ളതിൽ. അങ്ങനെ നമ്മൾ എന്താവും ആകെ പേടിയായി. ഡോക്ടറിനെ വിളിച്ച് നോക്കണോ, അങ്ങനെയൊക്കെ ആകെ ടെൻഷനായിട്ട് നിൽക്കായിരുന്നു. അപ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേനയായിട്ട് ഞാൻ ഓടി ബാത്റൂമിലേക്ക്. കാരണം ഞാൻ പോയി ഇരുന്നതും സംഭവം ഇങ്ങനെ പോയി തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് ആകെ പേടി. ഞാൻ വേഗം എന്നിട്ട് ബാത്റൂമിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ശരിക്കും കണ്ടു ഗൈസ്. കാരണം എന്താ പറയുക, എനിക്ക് പറയുമ്പോൾ തന്നെ എന്തോ പോലെയാണ് ഗൈസ്. കാരണം ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഒരു വലിയ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. കാരണം ബാത്റൂമിൽ കയറിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ അത്യാവശ്യം വലിയൊരു ഓറഞ്ചിൻ്റെ ഒരു അല്ലി ഇങ്ങനെ വളഞ്ഞിട്ടൊരു സംഭവം ഗൈസ്. അത് കണ്ടിട്ട് എനിക്ക് ഫ്ലഷ് അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ കൊടുന്നോളിട്ട് കരയുക. അപ്പോഴേക്കും അമ്മ ആദർശനെ ഓടി വന്നു. ആദർശനെ നോക്കിയില്ല. ആദർശനെ പേടി ആദർശനെ പിന്നെ അത് മൈൻഡിൽ നിന്ന് മാറില്ല. അപ്പോൾ ആദർശനെ നോക്കിയില്ല. അമ്മ വന്നിങ്ങനെ നോക്കി. അമ്മ ഫ്ലഷ് അടിക്കാൻ നോക്കുമ്പോൾ അമ്മയെ ഫ്ലഷ് അടിക്കാൻ ചെയ്ത് നല്ല കരച്ചിൽ ആയി. അമ്മയും കരയുക, ഞാനും കരയുക, ഫുൾ കരച്ചിലായിരുന്നു. ലാസ്റ്റ് ഞാൻ അമ്മേനെ പുറത്തേക്കിട്ട് വാതിലടിച്ചു. ഇവർ വാതിലർക്ക് പറഞ്ഞിട്ടുള്ള നിൽക്കുന്നത്. അങ്ങനെ ഫ്ലഷ് അടിച്ചിട്ട് ഞാൻ തന്നെ കണ്ണടച്ചിട്ട് ഫ്ലഷ് അടിച്ചു.
അങ്ങനെ നമ്മുടെ അത് അങ്ങനെ അവസാനിച്ചു ഗൈസ്. പിന്നെയാണ് ഗൈസ് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് സെറ്റായിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ മാക്സിമം ഇതൊന്നും ഇങ്ങനെ മാറി ചിന്തിക്കും. ഞാൻ കാരണം പുറത്തൊന്നും പറയരുതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് പറഞ്ഞാലാണ് നമുക്ക് കൂടുതലൊരു വിഷമാവുക. അപ്പോൾ ആരുടെ അടുത്തും പറയരുത് എന്നൊക്കെ വെച്ചിട്ട് നിന്ന ഒരു കാര്യമായിരുന്നു. അപ്പോഴാണ് ഇന്നലെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് തന്നെ. ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മുന്നേ ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്മിത മനോജ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും എന്നെ ചൊറിയാൻ വേണ്ടി നിൽക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ ഈ ഇടയായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ചേച്ചിന്റെ അടുത്ത് കുറച്ച് ചൊറിയാൻ വരുന്നുണ്ട് ഗൈസ്. എന്തോ സ്മിത മനോജോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിന്റെ അടുത്ത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വെറുതെ യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ ചൊറിയാൻ വരുന്നുണ്ട്. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. വെറുതെ എന്തിനാ എന്റെയൊക്കെ നെറ്റിയിട്ട് എടുക്കണേ. അങ്ങനെ യൂട്യൂബിൽ എപ്പോഴും എന്താടി നിനക്ക് എന്താ പോടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത് കാണുമ്പോൾ എനിക്ക് ഭ്രാന്ത് വന്നായിരുന്നു ആ സമയത്ത് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ ആ പെണ്ണെ പിടിച്ചിട്ട് ബ്ലോക്ക് ആക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് സ്മിത സദാനന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വന്നത്. അപ്പോൾ എനിക്ക് ഈ പെണ്ണാന്നെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും എന്നിട്ട് നീ തടിച്ചാണ്, പിന്നെ എനിക്ക് കുട്ടികളില്ലാത്തവളെ എന്നൊക്കെ വിളിച്ചിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ കുറേ ആ പെണ്ണിൻ്റെ മെസ്സേജ് അയച്ചപ്പോഴും ആ പെണ്ണിന് ഞാൻ മെസ്സേജ് ഞാൻ കൊടുക്കാം കേട്ടോ, അവിടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മെസ്സേജ് ഞാൻ കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും പോയി. എനിക്ക് സങ്കടവും വിഷമവും. ഒന്നാമതേ നമ്മളിങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുക. നമ്മളിതിങ്ങനെ ഇതെങ്ങനെയും മറന്ന് നമ്മൾ നമ്മുടേതായ രീതിക്ക് അങ്ങനെ പോട്ടെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അത് വെറുതെ വിടില്ല എന്ന് അപ്പം തന്നെ വിചാരിച്ചു. ഞാൻ നേരെ ഒരു സ്റ്റോറി എടുത്തിട്ടും വിട്ട്. അപ്പോഴേക്ക് ആ കുട്ടിയല്ല ആ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ചേച്ചി എൻ്റെ ലൈഫ് തകർക്കരുത്, പ്ലീസ് ഡിലീറ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ അത് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും അവളെന്നെ വിളിക്കണം, അവളെ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കണം എന്നൊക്കെ അപ്പോഴേ ഞാൻ ഉറപ്പിച്ച കാര്യമായിരുന്നു. ഞാൻ സ്റ്റോറി ഇട്ടത് കണ്ടപ്പോഴേക്കും എൻ്റെ ചേച്ചിക്ക് അത് തീരെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളത് പിന്നെ അത് എന്തായാലും വിടില്ല എന്ന് തന്നെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളും നിരത്തി സ്റ്റോറി ഇട്ടിട്ടും പിന്നെ അവളുടെ ഫ്രണ്ട്സും മറ്റേ പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അയച്ചിട്ടും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. അതിൽ നിന്ന് ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. കാരണം കുത്തിയിരുന്ന് തപ്പിയുണ്ടായി കുട്ടി. അങ്ങനെ തപ്പി പിടിച്ചിട്ട് അതിൻ്റെ മോൻ്റെ അക്കൗണ്ട് കിട്ടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അമ്മ അവളെ പ്രായമുണ്ട് ഗൈസ് അതിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഈ ചേച്ചി ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടണേന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ നമുക്ക് വിഷമമായിട്ട് പോയി. അതും ഒരു അമ്മ, അതും എൻ്റെ അമ്മയുള്ളൊരു പ്രായമുള്ളൊരു അമ്മ ഇങ്ങനെ നിനക്ക് കുട്ടികളില്ലാത്ത അവളെ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇടാൻ പറ്റുമോ എന്താണെന്നൊക്കെ എനിക്കത് ഭയങ്കര വിഷമമായി. അങ്ങനെ അതിൻ്റെ മോന് മെസ്സേജ് അയച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ആളെ നമുക്ക് പിടികിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ മോന് നമ്മൾ മെസ്സേജ് അയച്ചു, വിളിച്ച് ആദർശനെ വിളിച്ച് ചേച്ചിയാട്ടോ ചെക്കൻ്റെ അടുത്ത് നിന്ന് നമ്പറും അതൊക്കെ വാങ്ങിച്ച് ആദർശനെ കൊടുത്ത് ആദർശനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഗൈസ് ഒരു കാര്യം അറിയുന്നത്. ആ ഒരു അമ്മയ്ക്ക് ഇൻസ്റ്റാഗ്രാമില്ല, ഫോൺ യൂസ് ആക്കാൻ അറിയില്ല എന്നൊക്കെ. അപ്പോൾ ആദർശനെ ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് പറയണത് അവരുടെ വീട്ടിലൊരു വെയ്യാത്ത കുട്ടിയുണ്ട്. വെയ്യാത്ത കുട്ടി എന്നാണ് അവർ പറയുന്നത്. ആ കുട്ടിക്ക് തീരെ വിവരമില്ല, ബോധമില്ല എന്നൊക്കെ. അപ്പോൾ ആദർശം പറഞ്ഞു വിവരമില്ല, ബോധമില്ല വെച്ചിട്ട് ഒരാളെന്നെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഉണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ വിവരം കൂടിയതിനുള്ള പ്രശ്നമല്ലേ ചോദിച്ചു. അപ്പോൾ അവരും പറയണത് അവൾക്ക് ഭയങ്കര ഫിക്സിൻ്റെ അസുഖമുണ്ട്, അവൾക്ക് ഭയങ്കര വാശിയാണ്, അവളെന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വീട്ടുകാർ ആ കുട്ടീനെ ചീത്ത പറയാറേയില്ല, അവളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ. അങ്ങനെ ആദർശയുടെ ഇങ്ങനെ എന്തായാലും കേസ് കൊടുക്കും, നമ്മളും കേസ് കൊടുക്കണം എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ കുറേ വിളിച്ച് സംസാരിച്ചു, കുറേ സോറിയൊക്കെ പറഞ്ഞു. വീട്ടിലത്തെ അഡ്രസ്സ് തരാം, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വന്ന് നോക്കിക്കോ, ഇഞ്ഞൊന്നും അങ്ങനെ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആ വീട്ടിൽ നിന്ന് ഫുള്ളൊരു പെൺകുട്ടിയുടെ കരച്ചിലും ഓളിടലൊക്കെ എത്ര കേൾക്കുന്നത് ആദർശയുടെ. ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലഹളയായിരുന്നു എന്ന്. അങ്ങനെ ആദർശയുടെ അവരുടെ അടുത്ത് അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞിട്ട് അതങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വാശിയുണ്ട്, അവർക്ക് അസുഖം ഉണ്ടെന്ന് വിചാരിച്ച് ഫോണൊക്കെ അങ്ങോട്ട് ഇട്ടറിഞ്ഞ് കൊടുക്കാച്ചെങ്കിൽ ഇമാതിരി കാട്ടിക്കൂട്ടിലൊക്കെ നമ്മുടെ മക്കൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഗൈസ്. അല്ലെങ്കിൽ ഇതേപോലെ ഓരോ അനുഭവം ഉണ്ടാകുമ്പോൾ കേസ് കൊടുത്തിട്ടും അതിൻ്റെ പിന്നാലെയൊക്കെ നടക്കേണ്ടി വരും 100% ഉറപ്പാണ്. ഞാൻ മുന്നേക്ക് വെച്ചെങ്കിൽ ഞാൻ അത് വിട്ട് കളഞ്ഞിരുന്നു. ചിലപ്പോൾ ഞാൻ കണ്ടു എനിക്കെപ്പോഴും അതൊക്കെ ഇഷ്ടമില്ലാത്ത കമൻറ്റോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്ത് കളയും. ഞാൻ പിന്നെ അത് മുകളിൽ ചൊറിയാൻ നിൽക്കത്തില്ല. പക്ഷെ എൻ്റെ ചേച്ചി അങ്ങനെയല്ല, അവള് നല്ല മറുപടി കൊടുക്കും, നല്ല രീതിക്ക് ആർക്കാ എന്താ വെച്ചാൽ സ്പോട്ടിൽ അവൾ നല്ലത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് നമ്പർ കിട്ടി എന്തായാലും പിന്നെ എന്തെങ്കിലും രണ്ട് വർത്താനം പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചേച്ചി കണ്ടോ ഫുൾ നമ്പർ കണ്ടുപിടിക്കാനും എല്ലാത്തിനും ഫുള്ള് സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ
അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നമ്മളെ മക്കളതിനൊക്കെ. അവരിങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് എത്രത്തോളം അത് ഹേർട്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. പക്ഷേ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫുൾ ആകെ വിഷമത്തിലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഇത്രയാണ് ഞാൻ പറയുന്നത്. ഞാൻ അതൊരിക്കലും ഈ ഒരു കാര്യം പറയുന്നത് വിചാരിച്ചതല്ല കേട്ടോ. അപ്പോൾ എന്താ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെയാണ്, ബ്ലീഡിങ് ഒക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഓക്കെ ആയിട്ട് വരുന്നു. ഇനി നാളെ 29-ാം തീയതി നാളെ ഒരു സ്കാനിങ് ഉണ്ട്. ഫുൾ കംപ്ലീറ്റ് പോയോ എന്തോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ കണ്ട് ഇനിയും പാർട്ടിക്കിൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് DNC ചെയ്യേണ്ടി വരും. കാരണം ഡോക്ടർ പറഞ്ഞ DNC ചെയ്യേണ്ട, കഴിഞ്ഞാൽ മാത്രം ഏജ് ആയിട്ടില്ല, DNC ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ്, വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മരുന്നുമ്പോൾ പോകുമെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഡെയിലി ഇഞ്ചക്ഷൻ ഉണ്ടായ കാരണം ഗൈസ് ഇഞ്ചക്ഷൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. ഇത് 2 തൊടേമയാണെന്ന് എല്ലാ ദിവസവും ഇഞ്ചക്ഷൻ ആയിരുന്നു. ആ ഒരു ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഡെയിലി ഇങ്ങനെ ഒരു ചേച്ചി രാവിലെ ആകുമ്പോൾ വരും, വെച്ച് പോവും. തുടങ്ങനെ നീല കളറായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അത്രയും വേദനയും മരുന്നോളും ഒക്കെ ഞാൻ ഒരുപാട് സഹിച്ചിട്ടുണ്ട് ഈ ഒരു ടൈമിൽ കേട്ടോ. പക്ഷെ എന്നാലും നമുക്കൊരു ഇതുണ്ടായിരുന്നത് മുക്കുണ്ണീനെ കിട്ടുമല്ലോ, ആ ഒരു ഇതായിരുന്നു. പക്ഷെ അത് നമുക്കിപ്പോഴും സമയമായിട്ടില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് നമ്മൾക്ക് കുറച്ച് എന്താ പറയുക, എനിക്ക് എൻ്റെ ആദർശമായിട്ടുണ്ടല്ലോ, ആദർശമായിട്ട് ഞാനും ഉണ്ട്. പിന്നെ എന്താണ് അല്ലേ, ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങളുടെ കാര്യം നോക്കി. എനിക്ക് ഒരു കുട്ടി എങ്ങനെയാണോ അതേപോലെയാണ് ഈ ആദർശേൻ്റെ സ്വഭാവം. നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചോറ് അരി കൊടുക്കണം, എല്ലാം ഒരു അമ്മ ചെയ്ത് കൊടുക്കണ പോലെ ഞാൻ നിന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ബൈ.